നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്നൊരു വല്ലാത്തൊരു വിഷമപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തോ അസുഖം മൂലം ഹോസ്പിറ്റലിലാണെന്നുള്ളൊരു വാർത്ത. അതിലെന്തോരം സത്യം ഉണ്ടെന്നറിയില്ല. മറുനാടൻ മലയാളിയിലാണ് ഈ ന്യൂസ് ആദ്യം വന്നത്. പക്ഷെ ആ ന്യൂസിൽ എന്തോ സത്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായി. കാരണം ആര് ചെയ്യുന്ന ന്യൂസും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ രീതിയിൽ ആൾക്കെന്തോ അസുഖമുണ്ട്, പക്ഷെ അത് എന്താണ് എന്ന് വ്യക്തമായിട്ട് ആർക്കും ഇതുവരെ അറിയില്ല. പക്ഷെ എന്തായാലും ആളുടെ ഈ നൊയമ്പ് സമയത്ത് ആൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ വളരെ അധികം ദുഃഖകരമായൊരു സംഭവമാണ്. കാരണം കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനൊരു അസുഖം വന്ന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം. പിന്നെ ഓരോരുത്തരും ഓരോ ന്യൂസുകൾ ഇനി ഇതിൻ്റെ പേരിൽ പടച്ചിടാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ ആളെക്കുറിച്ച് ഫേക്ക് ന്യൂസ് ആരും കൊടുക്കാതെ ഉള്ള സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഒരാളെക്കുറിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിട്ട് അയാളുടെ ജീവിതം ഇതാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതിനകത്ത് ഈ ജാതിയും മതവും അതൊക്കെ പറഞ്ഞു കണ്ടിട്ട് ഓരോരുത്തർ കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കാണുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത്, ആദ്യം സത്യം എന്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുക. അല്ലാതെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു വാർത്ത ഇങ്ങനെ കേട്ടു, ഞാനിപ്പോൾ ആൾക്ക് അസുഖം ഉണ്ടോ എന്താണെന്നൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരു വാർത്ത ആയതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ കേട്ട വാർത്ത സത്യമാവരുതേ എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ നല്ലൊരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവും. ആ ഒരു വിഷമം കൊണ്ട് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ആൾക്കാർ ഓരോ ന്യൂസുകളും പല രൂപത്തിൽ ക്യാൻസറാണ്, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടു, ആൾക്കൊരു ശ്വാസതടസ്സം എന്തോ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. അങ്ങനെ എന്തോ ആയിട്ട് ചെന്നൈയിലെ വീട്ടിലെ ആൾ റെസ്റ്റിലാണെന്നാണ് ഒരുവിധപ്പെട്ട ആൾക്കാർ പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണെങ്കിൽ അവർ അറിയാമെന്ന് പറയും. അപ്പോൾ ഇത് വ്യക്തമായൊരു ധാരണ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് വിളിച്ച് കൺഫേം ആക്കും എന്താണെന്ന് അറിയണമല്ലോ. നമുക്ക് വേണ്ടപ്പെട്ട രമേശ് പിഷാരടി ആയാലും അതുപോലെ തന്നെ അശോകേട്ടൻ, അവരോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടെങ്കിൽ സത്യം പറയും. പക്ഷെ അത് ഇല്ലാത്ത കാര്യങ്ങൾ ആരും അങ്ങനെ അടിച്ചിറക്കാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നോയമ്പ് സമയത്ത് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ആള് സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയും മതവും ഇതൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ആൾക്ക് അങ്ങനെയൊന്നും ഇല്ല. മോഹൻലാൽ ഫാൻസ് ആയാലും മമ്മൂട്ടി ഫാൻസ് ആയാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നൊരു നടനായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ നല്ല മനസ്സുള്ളവരൊന്നും അങ്ങനെ പറയില്ല. വെറുതെ ഈ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓരോരുത്തർ ഇതിനായിട്ട് ഈ ഒരു കാര്യം ഉപയോഗിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ ആകെ വളരെ തുച്ഛമായ, ട്വിറ്ററിൽ വരുമെന്ന് കണ്ടു പറഞ്ഞിട്ട് ഒരാൾ ആണ് ഇത് ആദ്യമായിട്ട് ഇട്ടത്. അത് കണ്ടിട്ടാണ് മറുനാടൻ മലയാളി ഇങ്ങനെ ഒരു ന്യൂസും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ല. എന്നിട്ട് നേരിട്ട് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തെങ്കിലും ഇനി പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ശരിയായ കറക്റ്റായിട്ടുള്ള വിവരം എന്താണെന്നുള്ളത് വരുള്ളൂ. അപ്പം അതുവരെ നമുക്ക് കാത്തിരിക്കാം. അത്രയും നാൾ നിങ്ങൾ കൊല്ലല്ലേ എന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓരോ ന്യൂസുകൾ അടിച്ചുവിട്ട് ജനങ്ങളെ കുറച്ച് ലൈക്കിനും വ്യൂസിനും വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊന്നും എനിക്ക് പറയാനുള്ളത്,
അങ്ങനെയൊന്നും നമ്മൾ ഒരു കാര്യവും പത്രത്തിലായാലും എഴുതി പിടിപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കുക പരമാവധി. അപ്പോൾ വേറൊന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും മമ്മൂക്കാക്ക് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിൽ. ഒന്നും ഉണ്ടാവില്ല, ആള് നല്ല ഇതായിട്ട് തിരിച്ചു വരും. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും എന്തായാലും നമുക്ക് അത്രയും കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട് ആൾക്ക്, എങ്ങനെ കഴിക്കണം, അത് ഏത് സമയത്ത് കഴിക്കണം, അതൊക്കെ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറയണോ? അതാണ് നമ്മൾ ഒരു ഇതാവണം ഇപ്പം. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആള് നല്ല ആരോഗ്യവാനായിട്ട് തിരിച്ച് വീണ്ടും നമ്മളുടെ ഇടയിലേക്ക് എത്തണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.